വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ചോറിനൊപ്പമോ കഞ്ഞിക്കൊപ്പമോ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മുരിങ്ങയ്ക്ക മെഴുക്ക് പുരട്ടി. ഒരിക്കൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ മുരിങ്ങയ്ക്ക ഇതുപോലെ തന്നെ ഉണ്ടാക്കും. അവസാനം പറയുന്ന സീക്രട്ട് ടിപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 കോല് മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ശേഷം മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റ് നേരം വേവിക്കുക. ഒന്നാമത്തെ ടിപ്പ്, മുരിങ്ങയ്ക്ക അധികം വേവിച്ചാൽ പൊളിഞ്ഞു പോകും. വെന്താൽ മതി, ഉടയരുത്. അതാണ് മെഴുക്ക് പുരട്ടിയുടെ ഭംഗിയും രുചിയും. 8 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. ഇപ്പോൾ മുരിങ്ങയ്ക്ക നല്ലപോലെ വെന്തിട്ടുണ്ടാകും. ഇത് വെള്ളത്തോടു കൂടി തന്നെ മാറ്റിവെക്കുക. ആ വെള്ളം പിന്നീട് ചേർക്കുമ്പോൾ നല്ല രുചിയും ഫ്ലേവറും കിട്ടും. ഇനി മറ്റൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി 2 വറ്റൽമുളക് പകുതിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഏകദേശം 2 മിനിറ്റ് നേരം വഴറ്റുക. രണ്ടാമത്തെ ടിപ്പ്, വെളുത്തുള്ളി ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ മാത്രം വഴറ്റുക. കരിഞ്ഞാൽ മുഴുവൻ രുചിയും മാറിപ്പോകും. ഇനി ഇതിലേക്ക് 2 സവോള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 6 മിനിറ്റ് നേരം ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. മൂന്നാമത്തെ ടിപ്പ്, സവോള നല്ലപോലെ വഴറ്റിയാൽ മാത്രമേ മെഴുക്ക് പുരട്ടിക്ക് സ്വാഭാവികമായ മധുരവും നല്ല നിറവും ലഭിക്കൂ. അതിനാൽ ഈ ഘട്ടം വേഗം തീർക്കാൻ ശ്രമിക്കരുത്. സവോള ഗോൾഡൻ നിറത്തിലേക്ക് മാറുമ്പോൾ തീ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് കുറയ്ക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. നാലാമത്തെ ടിപ്പ്, മസാലകൾ ചേർക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മുളക് പൊടി കരിയാതെ നല്ല ചുവപ്പ് നിറവും രുചിയും ലഭിക്കും. ഇനി നേരത്തെ വേവിച്ച് വെച്ച മുരിങ്ങയ്ക്ക വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. നമ്മുടെ ഈ കൊച്ചു ചാനലിന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ശ്രമിക്കണേ. നന്നായി ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കുക. ഇനി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കുക. അഞ്ചാമത്തെ ടിപ്പ്, ഈ സമയം അധികം ഇളക്കരുത്. മുരിങ്ങയ്ക്ക് പൊട്ടിപ്പോകാതിരിക്കാൻ പതുക്കെ മാത്രം ഇളക്കുക. 5 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി മുരിങ്ങയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. ചൂട് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഇത് അത്യന്തം രുചികരമാണ്. സീക്രട്ട് ടിപ്പ്, തീ ഓഫ് ചെയ്തതിനു ശേഷം പാൻ 5 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. അപ്പോൾ മസാലയുടെ രുചി മുഴുവൻ മുരിങ്ങയ്ക്കയിലേക്ക് നന്നായി ഇറങ്ങുകയും മെഴുക്ക് പുരട്ടിക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ ടേസ്റ്റും ഫ്ലേവറും ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കി നോക്കൂ. വീട്ടിലുള്ള എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണിത്. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.